തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ UDF തേരോട്ടം. ജില്ലാ പഞ്ചായത്ത് അടക്കം LDFന് നഷ്ടമായി. മുനിസിപ്പാലിറ്റികൾ നിലനിർത്തി UDF. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേട്ടമുണ്ടാക്കാൻ LDFനായില്ല. ഇടത് കോട്ടയായി നിലനിന്ന പല പഞ്ചായത്തുകളും LDFന് നഷ്ടമായി. നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും LDF-UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് കനത്ത പരാജയമാണ് നേരിടേണ്ടി വന്നത്. ഇടതുപക്ഷം ഭരണം കൈയാളിയിരുന്ന ജില്ലാ പഞ്ചായത്ത് അടക്കമാണ് ഇത്തവണ നഷ്ടമായത്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 14 ഡിവിഷനിലും UDF വിജയിച്ചപ്പോൾ LDFന് നേടാനായത് 3 സീറ്റുകൾ മാത്രം. 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 UDF വിജയിച്ചപ്പോൾ LDFന് നിലനിർത്താനായത് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് മാത്രം. ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ ജനവിധി ഇടതിന് തിരിച്ചടിയായെന്ന് പറയാം. 52 ഗ്രാമപഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞത് 11 പഞ്ചായത്തുകൾ മാത്രം. 36 പഞ്ചായത്തുകളിൽ UDF ഭരണത്തിലെത്തി. 4 പഞ്ചായത്തുകളിൽ ഇരു മുന്നണികളും സമനിലയിലെത്തി. 1/4 നൂറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരണം കൈയാളിയിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് അടക്കം ഇടതുപക്ഷത്തിന് നഷ്ടമായി. അതേസമയം കട്ടപ്പന, തൊടുപുഴ മുനിസിപ്പാലിറ്റികൾ UDF നിലനിർത്തിയപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് EM ആഗസ്തി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ പരാജയപ്പെട്ടു. പരാജയത്തിന് പിന്നാലെ ആഗസ്തി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അറിയിച്ച ഫേസ്ബുക്ക് പോസ്റ്റും പങ്കുവച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലും ബൈസൺവാലി അടക്കമുള്ള ഗ്രാമപഞ്ചായത്തുകളിലും NDAയും മുന്നേറ്റമുണ്ടാക്കി. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 7 വാർഡുകളിലും NDA വിജയം ഉറപ്പിച്ചു. ഉപ്പുതറയിലും ബൈസൺവാലിയിലും മറയൂരിലും അടക്കം NDA മുന്നേറ്റമുണ്ടാക്കി. അതേസമയം പരാജയത്തെക്കുറിച്ച് വിശദമായി പഠിച്ച് തിരുത്തലുകൾ വരുത്തി വീണ്ടും വിജയത്തിലേക്ക് എത്താൻ മുമ്പോട്ട് പോകുമെന്നാണ് LDF നേതാക്കളുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് സിറ്റി വിഷൻ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, ഇടുക്കിയിൽ UDFന്റെ ഒരു തേരോട്ടമാണ് കാണാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അശ്വതി, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കനത്ത തിരിച്ചടിയാണ് ഇടുക്കിയിൽ ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഫലപ്രഖ്യാപനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അടക്കം ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന ത്രിതല പഞ്ചായത്തുകൾ അപ്പാടെ UDF പാളയത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ഇടതുപക്ഷവും പ്രവർത്തകരും തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയിരുന്നത്, പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയിരുന്നത്. എന്നാൽ അതിനുശേഷം ഈ ഒരു മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം വോട്ടെടുപ്പും കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരുമ്പോൾ അതൊന്നും പ്രതിഫലിക്കുന്നില്ല. മറിച്ച് UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഇടുക്കിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ മേഖലയിലും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ അത്തരത്തിലാണ് ഇപ്പോൾ ഫലപ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചിരുന്നതാണ്. ഈ 17 ഡിവിഷനുകളിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 17 ഡിവിഷനുകളിൽ 14 ഡിവിഷനിലും വിജയിച്ചിരിക്കുന്നത് ഇത്തവണ UDF സ്ഥാനാർത്ഥികളാണ്. 3 സ്ഥാനാർത്ഥികൾ മാത്രമായി LDFന് വിജയിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യം. ജില്ലാ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടമായിട്ടിരിക്കുന്നു. 8 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഇടുക്കി ജില്ലയിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ നിലനിർത്താൻ കഴിഞ്ഞിട്ടുള്ളത് LDFന് കഴിഞ്ഞിട്ടുള്ളത് 1 ബ്ലോക്ക് പഞ്ചായത്ത് മാത്രമാണ്, ദേവികുളം. മറ്റ് 7 ബ്ലോക്ക് പഞ്ചായത്തുകളും UDFന്റെ കൈകളിൽ ഭദ്രമായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് എത്തുമ്പോൾ പോലും ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ തിരിച്ചടി LDFന് ഉണ്ടായിരിക്കുന്നു. UDFന്റെ വലിയ മുന്നേറ്റം അവിടെയും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഏതാണ്ട് 52 പഞ്ചായത്തുകളിൽ 36 പഞ്ചായത്തുകളും ഇപ്പോൾ ഓൾറെഡി UDF ഭരണത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ 14 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷവും വന്നിട്ടുണ്ട്. ഈ 11 പഞ്ചായത്തുകളിൽ ഇടതുപക്ഷവും എത്തിയിട്ടുണ്ട്. 4 പഞ്ചായത്തുകൾ സമാസമം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ഭുതം, ഇല്ലെങ്കിൽ ഭാഗ്യം ഇടതുപക്ഷത്തെ തുണച്ചാൽ മാത്രമാകും ഇനി കൂടുതൽ 1 പഞ്ചായത്തോ 2 പഞ്ചായത്തുകളിലേക്കോ എത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതിലെ കാര്യം എന്ന് പറയുന്നത്. 36 പഞ്ചായത്തുകൾ ഇപ്പോൾ സുരക്ഷിതമായി UDFന്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നു. 4 പഞ്ചായത്തുകൾ സമാസമം നിൽക്കുന്നു. 11 പഞ്ചായത്തുകൾ LDFും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ കാലങ്ങളായി ഭദ്രമായിട്ടിരുന്ന, ഇല്ലെങ്കിൽ ഇടതു കോട്ടയായി നിലനിന്നിരുന്ന പഞ്ചായത്തുകൾ പോലും ഇടതുപക്ഷത്തിന് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്തായിരുന്നു രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 1/4 നൂറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരണം കൈയാളുന്ന ഒരു പഞ്ചായത്താണ്. ഇടതു കോട്ടയായി തന്നെ നിലനിൽക്കുന്നതാണ്. UDFന് സ്വാധീനമുള്ള മേഖലകൾ ഉണ്ടെങ്കിൽ പോലും ഈ 1/4 നൂറ്റാണ്ടിൽ അധികമായി ഇടതുപക്ഷം കയ്യിൽ വെച്ചിരുന്ന ആ ഗ്രാമപഞ്ചായത്തിൽ വലിയ മുന്നേറ്റമാണ് UDF ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തവണ 10 സീറ്റുകൾ UDF അവിടെ ഉറപ്പിച്ചിരിക്കുന്നു. അതായത് ഭരണം ഉറപ്പിച്ചിരിക്കുന്നത് 10 സീറ്റുകൾ കൊണ്ടാണ്. ആദ്യഘട്ടത്തിൽ
രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിയൊക്കെ ഒരുക്കിയിരുന്നു UDF-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും ലീഗും തമ്മിലുള്ള വിഷയങ്ങൾ. അവിടെ ലീഗ് കോൺഗ്രസുമായി പിരിഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ UDF-ഉമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ച ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ചു. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. രാജാക്കാട് ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ, അതായത് കാലങ്ങളായി നൂറ്റാണ്ടിലധികമായി ഭരണം കൈയാളിയിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്തിൽ 3 വാർഡുകളിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് വിജയിക്കാൻ സാധിച്ചത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകൾ കൈവിട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന എല്ലാം ആ ആത്മവിശ്വാസങ്ങളൊന്നും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ അതിനെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. ജനവിധി എന്ന് പറയുന്നത് UDF-ന് അനുകൂലമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഫലപ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം പഠിച്ച് അതുമായി മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നേതൃത്വം വ്യക്തമാക്കുന്നത്. CB വർഗീസ് അതുപോലെ M.M. മണി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ അക്കാര്യത്തിൽ വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും വലിയ തോൽവികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം പിന്നീട് വീണ്ടും വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തോൽവിയെ സംബന്ധിച്ച് പഠിക്കുകയും തിരുത്താനുള്ളത് തിരുത്തുകയും മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു CB വർഗീസിന്റെ പ്രതികരണമായിട്ട് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ M.M. മണിയും ആ തരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ പാർട്ടിയും പാർട്ടിയും മുന്നണിയും പരിശോധിക്കും എന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ M.M. മണിയുടെ ഒരു പ്രസ്താവന വിവാദമായി ഇപ്പോൾ മാറുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർമാർ നന്ദി കാണിച്ചിട്ടില്ല എന്നുള്ളൊരു പരാമർശം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായിരുന്നാലും ഇടതുപക്ഷ നേതാക്കന്മാർ ഇത്തരത്തിലൊരു വിശദീകരണം നൽകുമ്പോൾ UDF നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മറ്റൊരു വിശദീകരണമാണ്, ഇല്ലെങ്കിൽ മറുപടിയാണ് ഉണ്ടാകുന്നത്. ഇടതു ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധി എന്നുള്ളതാണ് UDF നേതാക്കൾ പ്രതികരിക്കുന്നത്. കനത്ത ധാർഷ്ട്യത്തിനെതിരായിട്ടുള്ള മറുപടിയാണ് നൽകിയതെന്നായിരുന്നു CP മാത്യു പ്രതികരിച്ചത്. പിണറായി വിജയന്റെ ധാർഷ്ട്യത്തോടെയുള്ള ഭരണത്തിന് ഇല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇതിനെല്ലാം എതിരായുള്ള ഭരണവിരുദ്ധ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ളതായിരുന്നു ഡീൻ കുര്യാക്കോസ് MP-യുടെ പ്രതികരണം. അത്തരത്തിൽ വാദപ്രതിവാദങ്ങളും വിശദീകരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത്തവണ ഇടുക്കിയിൽ UDF-ന് അനുകൂലമായ കാറ്റുവീശി UDF തരംഗമായി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അശ്വതി.